ലോകം ആഴമേറിയതും ഇരുണ്ടതും രൂപരഹിതവും ശൂന്യവുമായ കാര്യങ്ങളെ ഭയപ്പെട്ടിരുന്നു. പാഴും ശൂന്യവും എന്നത് വെറുമൊരു ആശയമായിരുന്നില്ല, അതൊരു ഭീഷണിയായിരുന്നു. എല്ലാറ്റിൻ്റെയും പ്രതീകമായിരുന്നു. നിയന്ത്രണത്തിന് അതീതവും അതിശക്തവുമായിരുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം വ്യത്യസ്തമായ ഒന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ശൂന്യതകളെ മറന്നുകളയാതെ അതിൽ നിന്നും പിൻവാങ്ങാത്ത ഒരു ദൈവം, ഇരുട്ടിൽ ഭയപ്പെടാത്ത ഒരു ദൈവം, ശൂന്യതയിലേക്ക് കാലെടുത്തു വെച്ച് ലളിതമായി സംസാരിക്കുന്ന ദൈവം, ഉളവാകട്ടെ എന്നൊരൊറ്റ പദത്തിലൂടെ സകലത്തെയും ചമച്ചവൻ. ദൈവം സംസാരിക്കുന്നിടത്ത് ആശയക്കുഴപ്പം വ്യക്തതയുള്ളതായി മാറുന്നു, ഇരുട്ട് വെളിച്ചമായി മാറുന്നു, കുഴപ്പങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. മനുഷ്യരെ കീഴടക്കുന്നത് ദൈവത്തെ കീഴടക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതം രൂപരഹിതമായി തോന്നുന്നുവെങ്കിൽ, എല്ലാം ശൂന്യമായി തോന്നുന്നുവെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം നിന്റെ ഇന്നത്തെ തകർച്ചയിൽ നിന്നും സൗന്ദര്യത്തെ ഉളവാക്കുവാൻ കഴിയും. ലോകത്തിന്റെ അർത്ഥമാനദണ്ഡങ്ങളെ കാത്തു നിൽക്കാതെ സൃഷ്ടികർത്താവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതികൂലവും അനുകൂലമാക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഈ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരുമില്ല, ഒന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.